ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളെ LITV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തൻ്റെ വല്യപ്പച്ചനോട് തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് കരയുവാട്ടോ അലീന. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെന്നും കൂടിയുള്ള കുട്ടികളെയൊക്കെ അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ക്ലാസ്സുകളിലേക്ക് പറഞ്ഞു വിടുന്നതൊക്കെ കാണുമ്പം ഞാനത് കണ്ണെടുക്കാതെ നോക്കി നിൽക്കും എന്നുള്ള കാര്യമൊക്കെ അലീന ഇങ്ങനെ പറയാം കരഞ്ഞുകൊണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഓർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് സങ്കടപ്പെടാറുണ്ട്. എനിക്കില്ലേ ഒരച്ഛൻ, എനിക്കില്ലേ ഒരമ്മ, എന്നെങ്കിലും അവരെന്നെ കാണാൻ വരില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടപ്പെടും. അതൊക്കെ കേട്ടപ്പോൾ വല്യപ്പച്ചനെ സഹിക്കാൻ പറ്റില്ല കേട്ടോ. അദ്ദേഹം ഇങ്ങനെ നിന്ന് സങ്കടപ്പെടുവാണ്. എൻ്റെ അച്ഛൻ ഒരു ദിവസം എന്നെ കാണാൻ വന്നാൽ മതി, അന്ന് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എനിക്ക് തന്നാൽ മതി, അങ്ങനെയൊക്കെ. പക്ഷേ എൻ്റെ അച്ഛൻ എന്നെ കാണാൻ വന്നില്ല. ഇതൊക്കെ പറഞ്ഞ് അലീന കരയുമ്പോഴത്തേക്കും മോളെ എന്നും പറഞ്ഞ് വല്യപ്പച്ചൻ വന്ന് അലീനയെ ചേർത്ത് പിടിക്കുവാണ്. എൻ്റെ മോള് എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് വല്യപ്പച്ചൻ അങ്ങ് ഇറങ്ങിപ്പോയി. ഇതേ സമയം പിന്നെ കാണിക്കുന്ന അലീന കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നതാണ്. പിന്നെ പുറത്ത് പോയിട്ട് നമ്മുടെ സ്റ്റാൻലി വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്ന സമയത്ത് കൊട്ടാരമറ്റം തറവാട്ടിലേക്ക് അവിടെ നമ്മുടെ റോബിച്ചൻ്റെ ഭാര്യ ഇറങ്ങി വരുവാണ് സ്റ്റാൻലിയെ കണ്ട്. അപ്പോൾ അവരൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഡൈനിങ് ഹാളിൽ ഇരിപ്പുണ്ട്, ലാലിച്ചായനെ വെയിറ്റ് ചെയ്തിരിക്കുക, കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും നമ്മൾ 3 പേരും കൂടെ ഒന്നിച്ച് നിന്നാലേ ലാലിച്ചന് പിടിച്ചു വയ്ക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ പതുക്കെ പറയുന്നു. 2 ബീറൊക്കെ കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ പരിപാടി? അല്ല, ഞങ്ങൾ ഓരോ ബീർ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഭയങ്കര ചൂടേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അതിന് ഏറ്റവും പറ്റിയത് കിണറ്റിലെ വെള്ളമാണെന്നും ബീറല്ലെന്നും ലാലിച്ചൻ പറഞ്ഞു. ഉപദേശിക്കാൻ പറ്റിയ ആളെന്ന് റോബിച്ചൻ. അപ്പോൾ ലാലിച്ചൻ ഇരിക്കുക, ഒരു ബീർ എടുക്കട്ടെ എന്ന് ചോദിച്ചു. നോ താങ്ക്സ്. അത് ഔസേപ്പച്ചൻ വന്നില്ലേ എന്ന് ചോദിച്ചു. പുറപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇതുവരെ ഇങ്ങോട്ടേക്ക് എത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പം അവൻ എവിടെ ചെന്നാലും ലേറ്റ് ആണല്ലോ, നമുക്കിവിടെ ഇരിക്കണോ അതോ ലിവിംഗ് റൂമിലേക്ക് എവിടെ? അയ്യോ നമുക്കിവിടെ ഇരിക്കാം, ഇവിടെ ആകുമ്പോഴേ ആൻസി എന്തെങ്കിലും തിന്നാനും കുടിക്കാനൊക്കെ കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞു. ഇരിക്കാം ചായ എന്നും പറഞ്ഞ് വിളിച്ച് അവിടെ ഇരുത്തി. അപ്പോഴത്തേക്ക് അടുത്ത സാധനം തറവാട്ടിലേക്ക് വരുവാണ്. അങ്ങനെ അദ്ദേഹം വണ്ടിയിൽ വന്നു, ഭയങ്കര ഇതിലിങ്ങ് ഇറങ്ങുവാണ്. അപ്പോൾ ഈ റീത്താമ്മ ചേച്ചി വിളിച്ചിട്ടാണ് ഞാൻ ലാലിച്ചാനെ വിളിച്ചതേ. അപ്പോൾ ഈ ഏലിയാസും എന്നെ വിളിച്ച് സംസാരിച്ചായിരുന്നു. അല്ല, ഈ പുളിക്കൽ തറവാട്ടുകാരെ ലാലിച്ചാലിനെ അറിയാവല്ലോ, ഗച്ച പോക്കരികളാണ്. അപ്പോൾ സ്റ്റീഫൻ ഒരു വനിതാ കളക്ടറെ TV എവിടെയിട്ട് റേപ്പ് ചെയ്തതിന് ജയിൽ ശിക്ഷയൊക്കെ അനുഭവിച്ചിട്ട് ഇറങ്ങിയതാണെന്നൊക്കെ അറിയാമല്ലോ. അപ്പോഴത്തേക്ക് അടുത്ത ആൾ വന്നു. എന്തായി? അപ്പം എന്നതാ ഔസേപ്പച്ചായ, എത്ര നേരമായി വിളിച്ചിട്ട്? ഏറ്റവും അടുത്ത് കിടക്കുന്ന ഔസേപ്പച്ചായനാ ഏറ്റവും അവസാനം വരുന്നതെന്ന് റോബിച്ചായ. എടാ, നിന്നെ പോലെയാണോടാ ഞാൻ? എനിക്ക് ഭാര്യയും മക്കളും പിള്ളേരും പെറുങ്ങണികളും ഉള്ളതാ. വിചാരിക്കുന്ന ഉടനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. അപ്പം മക്കളെ കൂടാതെ വേറെയും പിള്ളേരുണ്ടോ ഈ പെറുങ്ങാമണികൾ എന്നൊക്കെ പറഞ്ഞത്? നേരം ബോബി, നീ വെറുതെ എൻ്റെ വായിന്ന് കേൾക്കാൻ നിൽക്കരുത് കേട്ടോ, വെറുതെ അവൻ്റെ ഒരു വർത്തമാനം. അയ്യോ ചൂടാണല്ലോ ഇന്ന്. ആൻസി, കുടിക്കാൻ ചായയോ കാപ്പിയോ എന്താണെന്ന് വെച്ചാൽ എടുത്തോ. ലാലിച്ചായന് കാപ്പി മതിയേ. ശരി എന്നും പറഞ്ഞാൽ പുള്ളിക്കാരി അകത്തേക്ക് കയറിപ്പോയി. ആ സമയം ലാലിച്ചായൻ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു. കുറേ നേരമായി, നീ വരാൻ വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. അല്ല, എന്നതാ ലാലിച്ച, ആ പുളിക്കലെ പെണ്ണുമ്പുള്ള വലിച്ച വർത്തമാനം വിളിച്ചു പറയുന്നതൊക്കെ കേട്ടല്ലോ. അപ്പം അമ്മാതിരി ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിച്ചോളണം, എന്നോട് ചോദിക്കാൻ വന്നാലേ മറുപടി കിട്ടില്ല എന്ന് ലാലിച്ചായൻ പറഞ്ഞു. പൊളിക്കന്മാരായിട്ട് ഉടക്കിന് പോകാതിരിക്കുന്നതാ ശരിക്കും ബുദ്ധി. അവന്മാർ നേരിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് നമുക്ക് ധൈര്യമായിട്ട് എതിർക്കാം. അവന്മാരങ്ങനെയല്ലല്ലോ, ചതി വഞ്ചനയും ഏഷണിയും അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന് നമ്മളെ നാണം കെടുത്തല്ലേ അവന്മാരുടെ പതിവ്. ഇപ്പം തന്നെ റീത്താമ്മ ചേച്ചി എന്നോന്നാ പറയുന്നത്, ലാലിച്ചായന് ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടെന്ന്, അതിലൊരു മകളുണ്ടെന്നും, അതുകൊണ്ടാണ് ഭാര്യയും മക്കളെയും അഞ്ജലി കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്നതെന്നും, ഇപ്പോൾ അവിഹിതത്തിലുണ്ടായ മകളെ കൂട്ടിക്കൊണ്ടു വരികയും ചെയ്തെന്ന്, ഇനി ഉടനെ തന്നെ തള്ളയും കൂടി കൂട്ടിക്കൊണ്ടു വരും എന്നൊക്കെയാണ് റീത്താമ്മ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ലാലിച്ചായനൊന്നും മിണ്ടാതിരിക്കുക. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ തൊലി ഉരിഞ്ഞു പോവല്ലേ ലാലിച്ചായ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സ്റ്റാൻലിയോട് പറയാം. ലാലിച്ചായൻ എന്ന് വെച്ചാൽ ഞങ്ങളുടെ അഭിമാന സ്തംഭനമാണ്. അഭിമാന സ്തംഭനമല്ല, അഭിമാന സ്തംഭം. അപ്പോൾ അതും പറഞ്ഞാൽ പെങ്കൊച്ച അങ്ങോട്ടേക്ക് ഒന്ന് ചായം കൊടുത്തു. അപ്പോൾ റിട്ടയർഡ് സ്റ്റാലി ജോസഫ് എന്ന് പറയുന്ന ആൾ ഞങ്ങളുടെ സഹോദരനാണെന്ന് പറഞ്ഞാൽ രോമാഞ്ച. ലാലിച്ചാൻ അറിയാവുമെന്ന് ചോദിച്ചു. ലാലിച്ചായൻ്റെ മോള് കല്യാണത്തിന് മുന്നേയുള്ള ബന്ധത്തിലുള്ള ആ ഒരു കൊച്ചുമായിരിക്കും, ഓർഫണേജിൽ കിടന്ന് കഷ്ടപ്പെട്ട കൊച്ചുമായിരിക്കും. ലാലിച്ചായൻ അതിനോട് സ്നേഹവും കരുണയൊക്കെ തോന്നുന്നു ഉണ്ടായിരിക്കും. അതൊക്കെ വേണ്ടുന്നത് തന്നെയാണ്. പക്ഷേ പറയടാ, എന്തോന്ന് പക്ഷേ? അവനവൻ നാറാതെ നോക്കണ്ടേ ലാലിച്ചായ? കുടുംബക്കാർ നാറാതെ നമ്മൾ നോക്കണ്ടേ?
ഭാര്യയും മക്കളും നാറാതെ നോക്കണ്ടേ? ആ പെങ്കൊച്ചിന് ഇത് വലിയ അഭിമാനമാണ്. അവിഹിത സന്താനം എന്ന് നാട്ടിൽ മുഴുവൻ അറിയപ്പെടുന്നത് അത്ര വലിയ കാര്യമാണോ? ആണോ? അപ്പം അത് കേട്ടപ്പോൾ ലാലിച്ചൻ ഇങ്ങനെ മിണ്ടാതിരിക്കുവാണ്. ഉപേക്ഷിച്ച് കളയണമെന്നൊന്നും ഞങ്ങൾ ആരും പറയുന്നില്ല. കുളത്തൂർ പുഴയിലെ വീട്ടിൽ തന്നെ താമസിപ്പിക്കണോ? അവിടുന്ന് വേറെ എവിടേക്കെങ്കിലും മാറ്റിയാ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അതെ, കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തോ? കൊടുക്കണ്ടെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. അപ്പോഴും സ്റ്റാലിൻ ഒന്നും മിണ്ടുന്നില്ല. ചായയൊക്കെ കുടിച്ചിങ്ങനെ അവിടെ ഇരിക്കുന്നു. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്ന് ചോദിച്ചു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഈ പ്രശ്നം തീർക്കാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും അതല്ലേ നല്ലതെന്ന് ഇവർ ചോദിച്ചു. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാമെന്ന് പറഞ്ഞു. 24 വർഷം, അതായത് എൻ്റെ കല്യാണത്തിന് മുമ്പ് ആഗ്രയിൽ വെച്ച് ഒരു പാലാക്കാരി പെണ്ണുമായിട്ട് ഞാൻ സൂപ്പർ പ്രേമത്തിലായിരുന്നു എന്നും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയല്ലേ എന്നും ചോദിച്ചു. ഞങ്ങൾ ഒന്നിച്ച് കുറച്ചു കാലം താമസിച്ചു. പക്ഷേ കല്യാണം കഴിക്കാൻ പറ്റിയില്ല. തമ്മിൽ പിരിഞ്ഞുപോയി. അത് വിധി, അല്ലെങ്കിൽ അത് ദുർവിധി. ആ ഒരു ബന്ധത്തിൽ ജനിച്ച കുഞ്ഞ് 23 വർഷത്തിന് ശേഷം വിധി എൻ്റെ കൈവെള്ളയിൽ കൊണ്ട് തന്നു. ഞാൻ അവളെ ആദ്യമായിട്ടാണ് കാണുന്നത്, അറിയുന്നത്. കണ്ട് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ അവളെ എൻ്റെ മകളായി സ്വീകരിച്ചു, എൻ്റെ കൂടെ താമസിപ്പിച്ചു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. നടക്കുകയില്ലെന്ന് അവർക്ക് മനസ്സിലായി. എനിക്ക് പുളിക്കന്മാരെ സുഖിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും നാട്ടുകാരെ സുഖിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നും നിങ്ങളെയും സുഖിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നും ലാലിച്ചൻ പറയാം. നിങ്ങളെക്കാൾ ദയയും സ്നേഹവും അംഗീകാരവും മര്യാദയും ഒക്കെ വേണ്ടത് അവൾക്കാണ്. നിങ്ങളെ എല്ലാവരെക്കാളും വേണ്ടത് അവൾക്കാണ്. അവൾക്ക് കൊടുത്തിട്ട് ബാക്കി വരുന്നത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. എൻ്റെ തീരുമാനം അതാണെന്നും സ്റ്റാൻലി അങ്ങ് പറയുന്നു. ഇവർക്ക് 3 പേർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇവരിങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. എൻ്റെയും അലീനയുടെയും കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. അതിൽ നിങ്ങളായിട്ട് ഇടപെടാനും വരണ്ട. മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോഴും ഇവരാരും ഒന്നും മിണ്ടുന്നില്ല. ഇങ്ങനെ നോക്കി ഇരിക്കാം. റീത്താമ്മയും പുളിക്കന്മാരും പരാതിയായിട്ട് വന്നാൽ അവരുടെ പരാതി നിങ്ങൾ തീർത്തു കൊടുക്കണം. പറ്റിയില്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വിട്ടിട്ട് മാറി നിന്നോളണം. എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം. ഓക്കെ? ഇത്രയേ ഉള്ളൂ എനിക്കിതിനെപ്പറ്റി പറയാൻ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷങ്ങൾ? ഇവരാരും ഒന്നും മിണ്ടുന്നില്ല. സ്റ്റാൻലി വെച്ചു. ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഇവരതും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ബബിത പുറത്ത് പോയിട്ട് സ്കൂട്ടറിലിരിക്കുന്നു. അപ്പോൾ ബബിത എന്നിട്ട് ഫോൺ എടുത്ത് ഇങ്ങനെ വിളിക്കുകയാണ് ബബിതയുടെ ബോയ് ഫ്രണ്ടിനെ. നോക്കുമ്പോൾ വേറൊരു പെണ്ണുമായിട്ട് ആ ചെറുക്കൻ അവിടെ നിൽക്കുക കേട്ടോ. ബബിത അന്നേരം കണ്ടുകൊണ്ട് നിൽക്കുക. ബബിത വിളിച്ചിട്ടൊന്നും ഇവൻ അനങ്ങുന്നുമില്ല, എടുക്കുന്നതല്ല. ഇവൻ കട്ട് ചെയ്ത് വിടുക. ആ സമയം ബബിതയാണെങ്കിൽ ഇവനെ കുറേ വിളിച്ചു. പിന്നെ ഇവൻ എടുക്കുന്നു, കട്ട് ചെയ്യുന്നു. ഇതെല്ലാം ബബിത കണ്ടുകൊണ്ട് നിൽക്കും. ബബിതയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, സങ്കടവും വന്നു. ഇവൻ എന്നിട്ട് ബൈക്കിൽ ആ പെങ്കൊച്ചിനെയും കയറ്റി ഇവൻ അങ്ങ് പോയി. ബബിത എന്നിട്ട് ഇവരുടെ പിന്നാലെ പോകണു. അങ്ങനെ കുറേ ദൂരം ചെന്നു. അത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഫോൺ നിലത്തും ചാടിപ്പോയി. ബബിതയുടെ ഫോൺ നിലത്തി ചാടിപ്പോയി. ബബിത ആ ഫോൺ എടുത്ത് പിന്നെയും വിളിക്കാനായിട്ട് നോക്കുക. പക്ഷേ ബബിതയുടെ ഫോൺ ഓക്കെ ആയില്ല. അത് കഴിഞ്ഞ് കലി കയറി ബബിത വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് നമ്മുടെ വൈജ അവിടെ വെയിറ്റ് ചെയ്യുക. അപ്പം മോളുടെ വരവും നിപ്പും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യത്തോടു കൂടി വൈജ. അപ്പോൾ ബബിത കലി കയറി വൈജ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോവാം. നിനക്ക് ആരോടാടി ഇത്രയ്ക്ക് ദേഷ്യമെന്ന് ചോദിച്ചു. ചെരുപ്പൊക്കെ വലിച്ചെറിഞ്ഞിട്ട് കയറുന്നത് കണ്ടിട്ട്. അപ്പോൾ എന്നോട് തന്നെ ആർക്കും പരാതിയൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടും. അപ്പോൾ നീ അവിടെ പോയിട്ട് വരിക, പറഞ്ഞിട്ടല്ലേ പോയത്, ഫ്രണ്ടിനെ കാണാൻ പോവുകയാണെന്നും. അതിന് തന്നെ നീ കിടന്ന് തിളക്കണേന്ന് ചോദിച്ചു. എൻ്റെ ഫോൺ പോയി നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കാം. ഇതിപ്പോൾ അനങ്ങൊന്നും പോലും ഇല്ല എന്ന് പറഞ്ഞു. ഇതിപ്പോൾ എന്നാ പറ്റിയേ? എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു, ഡിസ്പ്ലേ പൊട്ടി, പിന്നെ ഞാൻ വലിച്ചൊരു ഏറും കൊടുത്തെന്ന് പറഞ്ഞു. അഹങ്കാരം അല്ലാന്നുണ്ട് ഇതിനൊക്കെ എന്നാ പറയാനാ? ഇനി കുറച്ചാൾ ഫോണില്ലാണ്ട് നടക്കുക. അപ്പോൾ പഠിച്ചോളൂ എന്ന് പറഞ്ഞു വൈജ. ഇനി എന്നാ പഠിക്കാനാ? എല്ലാവരും കൂടെ പഠിപ്പിച്ച് ഇപ്പം ജീവിക്കണമെന്ന് പോലും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ബബിത കയറിപ്പോയി. ഇതെന്നാ പാട് എന്നും പറഞ്ഞുകൊണ്ട് വൈജ നിൽക്കുക. അപ്പോഴത്തേക്ക് രോഹിത് ഇറങ്ങി വരുമ്പോൾ ബബിത തുള്ളി ചാടി അകത്തേക്ക് കയറി ചെല്ലുന്നു. ബബിതയ്ക്ക് ഭയങ്കര ദേഷ്യവും കലിയും ഒക്കെ. അപ്പോൾ രോഹിത് ആണെങ്കിൽ ഇതൊക്കെ കണ്ടു. നീ ടൗണിൽ പോയതായിരുന്നു എന്ന് ചോദിച്ചു. പോയി എന്ന് പറഞ്ഞു. നിൻ്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ? എന്നാ നിനക്ക് പറ്റിയേ? അത് പിന്നെ രോഹിയേട്ടൻ്റെ ഫോൺ ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. അപ്പം നിൻ്റെ ഫോണിന് എന്നാ പറ്റി? അത് കേടായിപ്പോയെന്ന് പറഞ്ഞു. കാണിച്ചേ നോക്കട്ടെ. കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല, ഡിസ്പ്ലേ പോയെന്ന് പറഞ്ഞു. ആ സർവീസ് സെൻറ്ററിൽ കൊടുക്കാൻ മേലായിരുന്നോ? കൊടുക്കണം. അതെ, രോഹിയേട്ടൻ്റെ ഫോൺ എനിക്കൊന്ന് ഞാൻ ഇപ്പം തരാം, ഒരു കോള് വിളിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ആരെ വിളിക്കാനാണെന്ന് ചോദിച്ചു. നമ്പർ പറ, ഞാൻ വിളിച്ചു തരാമെന്ന് പറഞ്ഞു.
ഞാൻ വിളിച്ചിട്ട് തരാന്നേ പ്ലീസ് ഒന്ന് താ എന്നും പറഞ്ഞ് നിർബന്ധിച്ചു. അപ്പോൾ ഞാൻ വിളിച്ചു തരാമെന്ന് പറഞ്ഞു രോഹിത്, നീ നമ്പർ പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ ആൾക്ക് തന്നെ എത്ര വലിയ ചാടാ. അപ്പോൾ ആരാടി ചാട കാണിക്കുന്നത്, നിനക്കെന്താ നമ്പർ പറയാൻ മടി. അപ്പോൾ രോഹിയേട്ടൻ്റെ ഫോൺ എനിക്ക് വേണ്ട, തീർന്നല്ല പ്രശ്നമൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പവിത അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറിപ്പോയി. ഇവൾക്ക് തന്നെ പറ്റിയെന്ന് ഓർത്ത് രോഹിത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ വൈജാഗത്തേക്ക് കയറുമായിരുന്നു. എന്നാത്തിനാണ് അവൾ ഒച്ചയിട്ടത്? അവളുടെ ഫോണ് പോയി, അതിൻ്റെ കലിപ്പ് അവൾക്കൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈയിടെ അവൾക്ക് നെകളിപ്പ് ഇച്ചിരി കൂടുതലാണെന്ന് വൈജ. അമ്മയും മോനും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. വൈജയുടെ അടുത്ത് നിൽക്കാതെ രോഹിത്തും അങ്ങ് പോയി. വൈജ എന്നിട്ട് ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുക മോളുടെ റൂമിലേക്ക്. ഈ സമയത്ത് ബബിതയാണെങ്കിൽ റൂമിൽ പോയി ഭ്രാന്തിയെപ്പോലെ ഇരിക്കുക കേട്ടോ. അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലിരിക്കുന്ന ബബിതയുടെ റൂമിലേക്ക് നേരെ വൈജ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാം വലിച്ചെറിഞ്ഞിട്ടേക്കുന്ന. ഇത് എന്നാ തോന്നിവാസമാടി നീ കാണിച്ചിട്ടേക്കണമെന്ന് ചോദിച്ചു വൈജ ബബിതയോട്. അപ്പോൾ ബബിത ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ ഭ്രാന്തിയെപ്പോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അല്ല നിനക്ക് എന്നാത്തിൻ്റെ കേടാ? അപ്പോൾ അമ്മ ഇപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോന്ന് ചോദിച്ചു. ഇതിന് മാത്രം എന്നതാടി ഇവിടെ സംഭവിച്ചത്, നീ എന്നതാടി കാണിച്ചു വെച്ചേക്കുന്നേ? ഒരിടത്തൊരാശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു ബബിതയെ. അപ്പം നിനക്കിപ്പോൾ എന്നാത്തിൻ്റെ കുറവാ? അയ്യോ എനിക്ക് ഒരു കുറവുമില്ല, എല്ലാം ഉണ്ട്. ഞാൻ എല്ലാം സമ്മതിച്ച് തന്നിരിക്കുന്നു. ആർക്കും ആരെയും പേടിയില്ലെന്നായി ഈ വീട്ടിൽ. അലീന എന്നുള്ള പേരുള്ള നാശം പിടിച്ചവൾ അങ്ങനെ ഒരു പരിഷ്കാരം നടപ്പിലാക്കി വെച്ചാൽ പോയെന്ന് പറയുമ്പം ഉഗാണ്ടയിൽ ഭൂകമ്പമുണ്ടായാലും അമ്മ അത് വളച്ച് കെട്ടി എങ്ങനെയെങ്കിലും അതിൻ്റെ കുറ്റം അലീന ചേച്ചിയുടെ തലയിൽ കൊണ്ടുവന്ന് വെക്കും. അതിവിടെ എല്ലാവർക്കും അറിയാമെന്ന് ബബിത. ഭൂകമ്പം ഇതിനൊക്കെ എത്രയോ ഭേദവാടി, വീഴുമെന്നല്ലേ ഉള്ളൂ, അതിനേക്കാളും വലിയ നാശമല്ലടി അവളുണ്ടാക്കി വെച്ചിട്ട് പോയിരുന്നു. അമ്മയൊന്ന് പോകുന്നുണ്ടോ? എനിക്ക് ഒറ്റയ്ക്ക് കുറച്ച് നേരം ഇരിക്കണം. അപ്പോഴത്തേനും വൈജ ഇങ്ങനെ തുറച്ച് നോക്കുക. ആ സമയത്ത് ആ ഒരു ഭയങ്കര ടെൻഷനും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ബബിത. പിന്നെ ഫോൺ എടുത്ത് നോക്കുന്നു, ഫോൺ ഓക്കെ ആവുന്നില്ല. പിന്നെ അവിടെ കിടന്ന് ബബിത കരയുന്നു. പിന്നെ രാത്രിയായി, നമ്മുടെ ബാലൻ വീട്ടിൽ വന്നു. അതും ഇന്ന് കുറച്ച് വെള്ളമൊക്കെ അടിച്ചിട്ടാണ് വരുന്നത്. സമയമായി എന്നും പറഞ്ഞു ബാലൻ എന്നിട്ട് വീട്ടിലേക്ക് കാറ് തുറന്ന് ഇറങ്ങുന്നു റൂമിലേക്ക് പോകാനൊക്കെ ആയിട്ട്. അപ്പോഴത്തേക്കും ഭയങ്കര എന്തൊക്കെയോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ ബാലൻ ഇങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടു. കൃഷ്ണമോൾ വാതിൽ തുറക്കാനായിട്ട് അങ്ങ് വരുമ്പോഴത്തേക്കും വൈജ ഇറങ്ങി വന്നു. നീ ഉറങ്ങിയില്ലായിരുന്നു, ഒരു അസൈൻമെൻറ്റ് എഴുതുമായിരുന്നു എന്ന് പറഞ്ഞു. ചെന്ന് തുറന്നു കൊടുക്ക്. തോന്നിയ സമയത്താ പോക്കും വരും, ചോദിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വൈജ. ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ അറിയേണ്ടതൊക്കെ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു കൃഷ്ണ. എൻ്റെ ചോദ്യത്തിന് എന്നാടി കുഴപ്പം? അത് മറുപടി കേൾക്കുമ്പോൾ അമ്മയ്ക്ക് അറിയാൻ പാടുള്ളതല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ആ കാര്യമെല്ലാം പറഞ്ഞ് കൃഷ്ണ ഇന്ന് വാതിൽ തുറക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അച്ഛനാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. നമ്മുടെ കൃഷ്ണമോള് വാതിൽ തുറന്നപ്പോഴത്തേക്കും മോൾ ഉറങ്ങിയില്ലായിരുന്നോ മോളെ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ താടി പിടിക്കുന്നു. അപ്പോഴത്തേക്കും കൃഷ്ണയ്ക്ക് മനസ്സിലായി അച്ഛൻ കുടിച്ചിട്ടുണ്ടോ, കുടിച്ചോന്ന് ചോദിച്ചു. എന്ത് കുടിച്ചോന്ന്? വെള്ളമാണോ മദ്യമാണോ? രണ്ടും. ഇങ്ങനെ വന്ന് നിൽക്കണമെങ്കിൽ എന്ത് കുടിച്ചിട്ടായിരിക്കുമെന്ന് ചോദിച്ചു. അത് പിന്നെ വെള്ളം ഒഴിച്ച് ഒരിത്തിരി മദ്യം കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് സത്യമാണോ കള്ളമാണോ? അപ്പോൾ സത്യമാണ്, മദ്യപിച്ചു, അച്ഛൻ മദ്യപിച്ചു എന്ന് കൃഷ്ണ പറയാം. അപ്പോൾ യെസ്, ഞാൻ കീഴടങ്ങുന്നു, ഞാനൊന്നിത്തിരി മദ്യപിച്ചു എന്ന് പറഞ്ഞ് ബാലൻ ഇങ്ങനെ പറയാം. അപ്പോൾ വൈജി ഇങ്ങനെ അന്തം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുന്നൊരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.